ഇനി നമ്മൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയെന്ന് പറയുന്നതാണ് ഈ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതിൽ വീണു പോകുന്ന നിരവധി ആളുകളുണ്ട്. ഒരു സമയത്ത് ഒരുപാട് പേർ ഇത് പുറത്തു പറയാൻ മടിച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് വടകരയിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ അകപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്നും തട്ടിപ്പിനിരയായവർക്ക് ഉചിതമായ സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും കുറ്റ്യാടി MLA കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ വ്യക്തമാക്കി. ഇതിന്റെ വിശദാംശങ്ങളുമായി മേഘയാണ് ചേരുന്നത്. മേഘ, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്, കുറച്ച് ദിവസങ്ങളായല്ലോ മേഘയെ കണ്ടിട്ട്, രാവിലെ മേഘയെ കാണാറില്ല എന്നുള്ള പരാതി പലരും പങ്കുവെക്കാറുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. പ്രിയ, കഴിഞ്ഞ കുറേ ദിവസമായി ഡ്യൂട്ടിയിലുണ്ട്. ഓണത്തിന് തിരക്കിലായിരുന്നു, അതിനുശേഷം ഡ്യൂട്ടിയിൽ വന്നിരുന്നു. പക്ഷേ വാർത്ത മുഴുവൻ കൊച്ചി, തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെടാതെ നിന്നത്. ഏതായാലും കോഴിക്കോട് വടകര കേന്ദ്രീകരിച്ചുള്ള ഒരു തട്ടിപ്പ് വാർത്തയുമായി വീണ്ടും ഫ്രെയിമിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായി വടകരയിൽ നിരവധി വിദ്യാർത്ഥികളും യുവാക്കളും തട്ടിപ്പിനിരയായി എന്നൊരു പരാതി വന്നിരുന്നു. ഈ പരാതിയുടെ തുടക്കം എന്നത് മധ്യപ്രദേശ് പോലീസാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം കേരളത്തിലേക്ക് എത്തുന്നത്. ഓൺലൈൻ തട്ടിപ്പിന് ഇരയായ നിരവധി ആളുകൾ പരാതി നൽകുന്നു. അതിനു പിന്നാലെ മധ്യപ്രദേശ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ തട്ടിപ്പിലൂടെ നഷ്ടമായ പണം കേരളത്തിലെ, അതായത് കോഴിക്കോട് വടകരയിലെ പല വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് പോയി എന്നൊരു വിവരം ലഭിക്കുന്നത്. അത് എങ്ങനെയാണ് എന്നതുൾപ്പെടെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് മധ്യപ്രദേശ് പോലീസ് ഇവിടെ വടകരയിൽ എത്തുന്നത്. വടകര പോലീസിന്റെ സഹായത്തോടു കൂടി 4 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് വിദ്യാർത്ഥികൾക്കും യുവാക്കളുമാണ് കൂടുതലായി ഈ തട്ടിപ്പിന് ഇരയാവുന്നത്. ഓൺലൈൻ തട്ടിപ്പെന്നത് ഒരു പാർട്ട് ടൈം ജോലി വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്നു. ഈ തട്ടിപ്പിന്റെ രീതി എന്നത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും കൊണ്ട് ഒരു അക്കൗണ്ട് എടുപ്പിക്കുന്നു. അതിനു പിന്നാലെ ATM വിവരങ്ങൾ, അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെയും ഈ തട്ടിപ്പ് സംഘം അന്വേഷിക്കുന്നു. അക്കൗണ്ട് എടുക്കുന്നതിന് പ്രതിഫലം എന്ന മുറയ്ക്ക് 5000 മുതൽ 10,000 രൂപ വരെ ഇവർക്ക് നൽകുന്നു. അതിനുശേഷം ഇവരുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വരുന്നു. ആ ലക്ഷങ്ങൾ ഈ വിദ്യാർത്ഥികൾ അവരുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, അതാണ് ജോലി. ഇത്തരത്തിൽ തുക ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത പ്രതിഫലം ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇതൊരു പാർട്ട് ടൈം ജോലി എന്ന രീതിയിലാണ് പല വിദ്യാർത്ഥികളെയും യുവാക്കളെയും കൊണ്ട് ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘം അക്കൗണ്ട് എടുപ്പിക്കുന്നത്. മധ്യപ്രദേശ് പോലീസ് ഇവിടെ കേരളത്തിൽ എത്തി വടകര പോലീസിന്റെ സഹായത്തോടുകൂടി വടകര താലൂക്കിലെ 4 വിദ്യാർത്ഥികൾക്കിടയിലേക്ക് എത്തുന്നു, അവരുടെ വീട്ടിലേക്ക് എത്തുന്നു. ഈ തട്ടിപ്പ് വിവരം ഇവരുൾപ്പെടെ ആണ് ഈ തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് തങ്ങൾ തട്ടിപ്പിനിരയായ വിവരം പോലും ഈ വിദ്യാർത്ഥികൾ അറിയുന്നത്. അതിന് പിന്നാലെ 4 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നതാണ് പോലീസ് ഉൾപ്പെടെ കണക്കാക്കുന്നത്. കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ MLA കുറ്റ്യാടി MLA ആണ്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഈ തട്ടിപ്പിന് ഇരയായ ആളുകൾക്ക് സഹായം നൽകണം, അതിനൊപ്പം തന്നെ കൃത്യമായി ജാഗ്രത പാലിക്കണം, രക്ഷിതാക്കളും ജാഗ്രത പാലിക്കണം. കാരണം കുട്ടികൾക്ക് എവിടെ നിന്നെങ്കിലും പണം എത്തുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നതാണ് MLA ഉൾപ്പെടെ പറയുന്ന കാര്യം. ഏതായാലും വലിയൊരു തട്ടിപ്പ് സംഘം ഇതിന് പിന്നിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിദ്യാർത്ഥികളും യുവാക്കളും ഈ പഠനത്തോടൊപ്പം തന്നെ ഒരു പാർട്ട് ടൈം ജോലി, പണം ലഭിക്കുന്നു എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നതാണ് പോലീസ് അന്വേഷണത്തിൽ ഉൾപ്പെടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്നതാണ് പോലീസ് പറയുന്നത്. നിലവിൽ 4 വിദ്യാർത്ഥികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രിയ, ശരി, എന്തായാലും ഏറെ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണിത്. കോഴിക്കോട് വടകരയിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ അകപ്പെട്ടിരിക്കുന്നത് വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ തട്ടിപ്പൊക്കെ നടത്തിയിരിക്കുന്നത്. ഇതിൽ അകപ്പെട്ടു പോയ ആളുകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്ന ഉള്ള ഒരു നിർദ്ദേശം തന്നെയാണ് നൽകാൻ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കും കാര്യങ്ങൾ കടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് മേഘ മാധവൻ നൽകിയത്.